നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് മെഹന്തിയുടെ ബേസിക് എലമെൻറ്റ്സ് ആണ്. നമുക്ക് ഇന്ന് അടുത്ത ക്ലാസ്സിൽ ബോർഡർ ഡിസൈൻ പഠിക്കാം. ബോർഡർ ഡിസൈന് വേണ്ടി നമ്മൾ 4 ലൈൻസ് ഇട്ട് കൊടുക്കണം. അതിനു മുമ്പ് നമ്മൾ ലൈൻസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. എന്നാലേ ബോർഡർ ഡിസൈൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ 4 ലൈൻസ് ഒരേ ഡിസ്റ്റൻസിലുള്ള 4 ലൈൻസ് വരച്ചതിന് ശേഷം അതിൻ്റെ നടുക്ക് വരുന്ന ആ ലൈൻസ് തമ്മിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ നീളത്തിനുള്ള ഹംസ് വരച്ചു കൊടുക്കണം. ഹംസ് വരച്ചു കൊടുത്ത് അതിന് ശേഷം നമ്മൾ കുറച്ചും കൂടെ വലിപ്പമുള്ള ഒരു ഹംസാണ് പിന്നെ വരച്ചു കൊടുക്കുന്നത്. റാ പോലൊക്കെ ഇരിക്കുന്ന ഹംസ് അതിൻ്റെ മുകളിൽ വരച്ചു കൊടുക്കാം. വരച്ചു കൊടുത്തതിന് ശേഷം അതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ ബേസിക് എലമെൻറ്റ്സിൻ്റെ ഫുൾ വീഡിയോ വീഡിയോ ചെയ്തിട്ടുണ്ട്. എൻ്റെ ചാനലിലുണ്ട്. കാണാത്തവരാണെങ്കിൽ പോയി കാണുക. കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണുന്നതായിരിക്കും നല്ലത്. റാ പോലുള്ള ഹംസ് വരച്ചതിന് ശേഷം നമ്മൾ അതിന് മുകളിലായിട്ട് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ആ ലൈൻ വരച്ചതിന് ശേഷം അതിൻ്റെ ഇടയിൽ കാണുന്ന ആ വിടവ് നമ്മളൊന്ന് ഫില്ല് ചെയ്തിടണം. എന്നാൽ മാത്രമേ പെർഫെക്റ്റ് ആയിട്ടുള്ള ബോർഡർ ഡിസൈൻ ആവത്തുള്ളൂ. വീണ്ടും നമ്മൾ ഇനി അടുത്ത ഡിസൈൻ നമുക്ക് വരച്ചു നോക്കാം. അതിന് ഫില്ല് ചെയ്തതിന് ശേഷം വരച്ച് നോക്കാം. നമ്മൾ ഈ ബോർഡർ ഡിസൈനും ഒരുപാട് പ്രാക്ടീസ് ചെയ്യുക. പല ടൈപ്പുള്ള ബോർഡർ ഡിസൈൻ ഉണ്ട്. ഞാനിവിടെ കുറച്ച് ബോർഡർ ഡിസൈൻ ഇപ്പോൾ ക്ലാസ്സിൽ പറയാം. പിന്നെ അടുത്ത ക്ലാസ്സിൽ ബാക്കി ഇൻക്ലൂഡ് ചെയ്യുക. അന്നേരം വീണ്ടും ഞാൻ ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു 4 ലൈനോ അല്ലെങ്കിൽ 2 ലൈൻ വരച്ചിട്ട് വേണം ബോർഡർ ലൈൻ വരയ്ക്കാൻ. ഞാനിവിടെ 1 ലൈൻ വരച്ചിട്ട് അതിനകത്ത് ഹംസ് അപ്ലൈ ചെയ്തതാണ്. ഹംസ് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന് മുകളിലൂടെ ഞാൻ വൈൻസാണ് വരയ്ക്കുന്നത്. പിന്നെ നമ്മൾ ഓരോ മെഹന്തി ആർട്ടിസ്റ്റും ഓരോ രീതിയിലാണ് വൈൻ വരയ്ക്കുന്നത്. അവരുടേതായിട്ടുള്ള ഭംഗിയിലാണ് വരയ്ക്കുന്നത്. ഇപ്പം നമ്മുടെ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുക. അന്നേരം നമ്മൾ ഹംസ് വരച്ചതിന് ശേഷം വൈൻ വരച്ച് വൈൻ്റെ മുകളിലൂടെ നമ്മളൊരു വലിയ റാ വരയ്ക്കുന്നത് അങ്ങനെ വരച്ച് വിടുക. പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു ലൈൻ വരച്ച് അതിനെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. കംപ്ലീറ്റ് ചെയ്തിട്ട് ആ വിടവിനെടുത്ത് അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്ത ബോർഡർ ഡിസൈൻ നോക്കാം. വീണ്ടും ഒരു ലൈൻ വരച്ച് കൊടുക്കുക. നമ്മൾ ഹംസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഹംസ് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലൂടെ നമ്മൾ യു വരയ്ക്കുന്ന അതേ കൂട്ട് യു അല്ല സി ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വരച്ച് പോകണം. പിന്നെ അതിനുശേഷം ആ തിരിച്ച് സി ഇടുന്നത് അതേ കൂട്ട് ഇങ്ങനെ ആ സി ആദ്യം വരച്ച സിയുടെ അകത്തൂടായിരിക്കണം അടുത്ത സി വരയ്ക്കാൻ തിരിച്ചിടുന്നത്. അങ്ങനെ വരച്ച് പിന്നെ നമുക്കതിലേക്ക് ഒരു ലൈൻ ഇട്ട് കൊടുക്കാം. ലൈൻ ഇട്ടതിന് ശേഷം നമ്മളതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അന്നേരം എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ എസ് എന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.